പഴയന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ഓട്ടൻതുള്ളൽ രംഗത്തെ കുലപതി കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ 75ാം പിറന്നാൾ ശനിയാഴ്ച പഴയന്നൂരിൽ ആഘോഷിക്കും. ശിഷ്യഗണങ്ങളുടെയും കലാസ്വാദകരുടെയും നേതൃത്വത്തിലാണ് രമ്യം 75 സംഘടിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടായി ഓട്ടംതുള്ളൽ കലാരംഗത്ത് സജീവ സാന്നിധ്യമായ കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ 75ാം പിറന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നു. രമ്യം 75 പേരിട്ടിരിക്കുന്ന ആഘോഷ പരിപാടികൾ ശനിയാഴ്ച പഴയന്നൂർ ജ്യോതിർമയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. 75 വർഷം പിന്നിട്ട കലാസഭയ്ക്ക് പഴയന്നൂർ നാടിൻ്റെ ആദരം സമർപ്പിക്കുന്ന 75ാം പിറന്നാൾ ആഘോഷം രമ്യം 75 എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാർ വിഭാവനം ചെയ്ത ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നീ 3 തുള്ളലുകളുടെ അവതരണങ്ങൾ, കൂടാതെ തുള്ളൽപദ കച്ചേരികൾ, കൂടാതെ ആശാന്റെ ശിഷ്യരെ അവതരിപ്പിക്കുന്ന മറ്റ് പ്രോഗ്രാമുകൾ ഉച്ചഭക്ഷണത്തിൻ്റെ പിറന്നാൾ സഭയോടുകൂടി അതിവിപുലമായ ഒരു ആഘോഷം പഴയന്നൂർ നടക്കാൻ പോവുകയാണ്. ഈ ഒരു കലാസഭയ്ക്ക് നമ്മുടെ നാടും നാട്ടുകാരും കലാസ്വാദകരും എല്ലാവരും ചേർന്ന് നൽകുന്ന ഒരു ആദരവ് എന്നോണം രമ്യം 75 എന്ന് പറഞ്ഞ ഒരു പുരസ്കാരവും അദ്ദേഹത്തിന് പ്രശസ്തി പത്രവും പൊന്നാടയും അണിയിച്ച് നാടിൻ്റെ ഒരു ആദരം സമർപ്പിക്കുകയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഉത്സവ ആഘോഷമാക്കി മാറ്റാൻ ഏവരുടെയും സാന്നിധ്യം ക്ഷണിച്ചുകൊള്ളുകയാണ്. ശിഷ്യഗണങ്ങളും കലാസ്വാദകരും ചേർന്ന് രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കുമാരി ഗായത്രി അവതരിപ്പിക്കുന്ന സോപാന സംഗീതത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഏറ്റവും അട്രാക്റ്റീവ് ആവാൻ പോകുന്ന ചില പരിപാടികളൊക്കെ ഇതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തുള്ളൽ പദക്കച്ചേരി. ഇന്ന് കേരളത്തിലെ തുള്ളൽ കലാരംഗത്ത് ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കലാമണ്ഡലം ഗോപിനാഥ പ്രഭാശാനും, അതേപോലെ തന്നെ നമ്മൾ ആദരിക്കുന്ന കലാമണ്ഡലം പരമേശ്വരാശാനും കലാമണ്ഡലം നയനനും ചേർന്ന് അവതരിപ്പിക്കുന്ന തുള്ളൽ പദക്കച്ചേരി ഈ പരിപാടിക്ക് മാറ്റുകൂട്ടും. കൂടാതെ തുള്ളൽ വിഭാഗത്തിലെ തന്നെ ഓട്ടംതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ തുടങ്ങിയ അവതരണങ്ങളും ഈ പരിപാടിയോടുകൂടി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കേരള കലാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഉണ്ട്. ഈ പരിപാടിയുടെ ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ പറയാവുന്നത് ശ്രീ കലാമണ്ഡലം പരമേശ്വരാശാനും മറ്റ് കലാകാരന്മാരും ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. പ്രശസ്ത സംവിധായകൻ കാവിൽ രാജ് സംവിധാനം ചെയ്ത അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. ആ സിനിമയുടെ പ്രദർശനത്തോട് കൂടിയിട്ട് ഈ രമ്യം 75 എന്ന പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും അതിലേക്ക് ആ പരിപാടിയുടെ ഒരു സാന്നിധ്യമാകാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്തോളൂ. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സും സമാദരണ പരിപാടിയും UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം രാമചന്ദ്ര പുലവർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാവും. കലാമണ്ഡലം പരമേശ്വരൻ ആശാന്റെ 75ാം ജന്മദിനം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യരും സഹപ്രവർത്തകരും നാട്ടുകാരും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന ഈ പരിപാടി 2026 മെയ് 16-ാം തീയതി പഴയന്നൂർ കിളനാട് റോഡിലുള്ള ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. തുള്ളൽ കല കൊണ്ട് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പഴയന്നൂരിൻ്റെ പ്രശസ്തി ഉയർത്തിപ്പിടിച്ച ബഹുമാനായ കലാമണ്ഡലം പരമേശ്വരനാശാൻ്റെ 2026 മെയ് 16-ാം തീയതി നടത്തുന്ന പരിപാടിയുടെ അധ്യക്ഷൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ കലാമണ്ഡലം മഹേന്ദ്രനാണ്. ശ്രീ കലാമണ്ഡലം മഹേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ചേലക്കരയുടെ നിയുക്ത MLA പ്രിയപ്പെട്ട UR പ്രദീപ് അവർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രശാന്തി, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിത മുരളി,
ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ മനോജ്, കൃഷ്ണകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK മുരളീധരൻ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ അർപ്പിക്കും. വൈകിട്ട് 6 മണി വരെ നീളുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്.